നമ്മൾ ഈ ലോക്ക്ഡൗൺ കാലത്ത് യോഗ പരിശീലിക്കുന്നത് എല്ലാം കൊണ്ടും വളരെ നല്ലതാണ്. ഇനി നമ്മൾ ഈ കാലത്ത് ആളുകൾക്ക് ഉണ്ടാകുന്ന മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളും മറ്റുള്ള സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അത് നമ്മൾ മനസ്സിൽ ശരീരത്തിനൊക്കെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ ജീവിതശൈലി രോഗങ്ങളുള്ളവർ ഇനി വരാൻ സാധ്യതയുള്ള ആളുകൾക്കൊക്കെ പ്രയാസം വരാൻ പോകുന്നൊരു കാലമാണ്. ലോക്ക്ഡൗണിൻ്റെ ആദ്യത്തെ മാസങ്ങളിലൊക്കെ ആളുകൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പം അങ്ങനെ മാസങ്ങൾ നീളുന്നതിനനുസരിച്ച് നമ്മൾക്ക് പ്രയാസങ്ങൾ കൂടിക്കൊണ്ടിരിക്കും. ആ സമയത്ത് നമുക്ക് ഏറ്റവും ആശ്രയിക്കാൻ പറ്റുന്ന ഒരു പ്രക്രിയ അല്ലെങ്കിൽ ഒരു ഉപാധിയാണ് ശരിക്കും യോഗ. അത് ശാരീരികമായാലും മാനസികമായിട്ടും നമുക്ക് ഒരു ഉന്മേഷവും ഉണർവും അതുപോലെ തന്നെ ശരീരത്തിന് ഒരു ഇമ്മ്യൂണിറ്റി, അത് രോഗം പ്രതിരോധിക്കാനുള്ള ശക്തിയും കൂടി നൽകുന്ന ഒന്നാണ്. ഇവിടെ നമ്മൾ വളരെ ലളിതമായിട്ടുള്ള യോഗ പോസ്ചർ ചെയ്ത് തുടങ്ങി വളരെ ഇതായിട്ട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ കുറച്ചും കൂടി കഠിനമായിട്ടുള്ള യോഗ വരെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ചിട്ടയായിട്ടുള്ള പരിശീലനം കൊണ്ട് നമ്മൾക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു തരത്തിൽ അതിനു വേണ്ടി നമ്മൾ കുറച്ച് ആസനങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ അത് സസൂക്ഷ്മം നോക്കി മനസ്സിലാക്കി അതിന് ശേഷമാണ് നിങ്ങളിത് സ്വന്തമായിട്ട് പരിശീലിക്കാൻ ചെയ്യേണ്ടത്. ആദ്യം നമ്മളത് നോക്കി മനസ്സിലാക്കുക അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള അതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കേട്ടതിന് ശേഷം നിങ്ങൾ പരിശീലിക്കുക. ഏതൊരാളും യോഗ പരിശീലിക്കുന്ന സമയത്ത് ശവാസനം എന്ന് പറഞ്ഞൊരു പോസ്ചറിലാണ് തുടങ്ങുക. ലോകത്തിൽ എവിടെ ചെന്നാലും നമ്മളൊരു യോഗ ക്ലാസ് തുടങ്ങുന്ന ശവാസനത്തിലായി, അതുപോലെ തന്നെ അവസാനിക്കുന്ന ശവാസനത്തിലാണ്. അതിനിടയ്ക്കൊക്കെ നമ്മൾ യോഗ പോസ് ഓരോ പോസ് കഴിയുമ്പോൾ നമ്മൾ ഈ ശവാസനത്തിൽ തന്നെയാണ് റിലാക്സ് ചെയ്യുക അല്ലെങ്കിൽ വിശ്രമിക്കുന്നത്. ശവാസനത്തിന് ശാരീരികമായിട്ടും മാനസികമായിട്ടും ആധ്യാത്മികമായിട്ടുള്ള വിശ്രമം നൽകാൻ അല്ലെങ്കിൽ വിശ്രാന്തി എന്നൊക്കെ പറയുന്ന ഒരു ഡീപ്പായിട്ടുള്ള റിലാക്സേഷനിലേക്ക് കൊണ്ടുപോകാൻ കഴിയും. മാനസിക വിഷാദ രോഗങ്ങളുള്ള ആളുകൾ, മറ്റ് സൈക്കോസൊമാറ്റിക് ആയിട്ടുള്ള അസുഖങ്ങളുള്ള ആളുകൾക്ക് എല്ലാവർക്കും, അതേപോലെ ഹൈ ബ്ലഡ് പ്രഷറുള്ള ആളുകൾ, അവർ മെൻ്റൽ ടെൻഷനൊക്കെ ഉള്ള ആളുകൾക്ക് ഈ പോസ്ചർ നല്ലതാണ്. ഒരു ശരീരത്തിന് പൂർണ്ണമായിട്ടുള്ള ഒരു വിശ്രമ അവസ്ഥയും ഇത് നേടിത്തരും. യോഗ പരിശീലനം ചെയ്യുന്ന ആളുകൾ, ആസനങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് ശവാസനം വേഗത്തിൽ മനസ്സിലാവും. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇവിടെ ഇവർ ചെയ്യുന്ന ഡെമോൺസ്ട്രേഷൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നിട്ട് മെല്ലെ നമ്മൾ പുറകോട്ട് കിടക്കാം. കാലുകൾ തമ്മിൽ 2 അടി അകലത്തിലാണ്. കൈ നമ്മുടെ ശരീരത്തിനോട് തൊടാതെ ശരീരത്തിന് 2 വശങ്ങളിലായിട്ടാണ്. തല നേരെയാക്കി കണ്ണടച്ചിട്ട് കിടക്കുകയാണ്. കൈ ശരീരത്തിനോട് തൊടാതെയാണ്, കാലുകൾ തൊടാതെയാണ്. ശരീരം പൂർണ്ണമായിട്ട് തളർത്തിയിടാണ്. അങ്ങനെ കണ്ണടച്ചിട്ട് അങ്ങനെ കിടക്കുകയാണ്. ശ്വാസത്തിലാണ് ഇപ്പോൾ ശ്രദ്ധിക്കുന്നത്. ശ്വാസം ഉള്ളിലേക്ക് കയറുന്നതും പുറമേക്ക് ഇറങ്ങുന്നതും ശ്രദ്ധിക്കുക. ക്രമേണ നമ്മുടെ ശ്വാസം വളരെ മന്ദഗതിയിലായിട്ട് വരും. പിന്നീട് നമ്മൾ ശവാസനത്തിൻ്റെ ഒരു ശൈലിയിലേക്ക് ഉറങ്ങുമല്ല ഉണർന്നിട്ടല്ലാത്തൊരു അവസ്ഥയാണ്. ഇതിന് ഒരു ഡീപ്പ് ഷെയിൽ നമ്മൾ ഒരു ഉറക്കത്തിലേക്ക് അങ്ങനെ പോകാൻ തുടങ്ങുന്നുണ്ടാവും. ചിലപ്പോൾ ചില ആളുകൾ ഉറക്കത്തിൽ പോകുന്നുണ്ടാവും. അതിന് യോഗ നിദ്ര എന്നുണ്ടാവും. ഈ ഒരു പോസ്ചറിലാണ് നമ്മൾ ഒരു യോഗ ക്ലാസ് തുടങ്ങുന്നത്. ഈ പോസ്ചറാണ് ശവാസനത്തെ പഠിപ്പിക്കാൻ പ്രയാസമുള്ളൊരു പോസ്ചറാണ്. പൊതുവെ നമ്മൾ ഒരു ഉറങ്ങാൻ പഠിപ്പിക്കുന്ന പോലെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് പരിശീലനം കൊണ്ട് നേടിയെടുക്കാൻ പറ്റുന്ന ഒരാസനമാണ് ശവാസനം. എല്ലാ ആൾക്കാരും യോഗ ചെയ്യുന്ന എല്ലാ ആൾക്കാരും ചെയ്യുന്നൊരു ആസനമാണ്. ശവാസനം നമ്മൾ പെട്ടെന്ന് എഴുന്നേറ്റ് വരാതിരിക്കാൻ വേണ്ടി കാലൊക്കെ ഒന്ന് 2 സൈഡിലേക്ക് ഉരുട്ടി കൊടുക്കാം. കൈ രണ്ടും അതേപോലെ, തല 2 സൈഡിലേക്ക് ഉരുട്ടി കൊടുക്കാം. ഇനി കാലൊക്കെ ഒന്ന് ചേർത്ത് വെച്ച് കൈ കമഴ്ത്തി ഇതിന് ശരീരത്തിൽ ചേർത്ത് ശ്വാസത്തിന് കൈ പൊക്കി കൊണ്ടുപോകാം. ഗ്ലാസ് കൈ പൊക്കി എന്നിട്ട് മെല്ലെ കൈ താഴ്ത്തി കൊണ്ട് ഒരു സൈഡിൽ ചേരിച്ചിട്ടാണ്. എപ്പോഴും നമ്മൾ ഡയറക്റ്റായിട്ട് എഴുന്നേൽക്കുന്നത് സൈഡിൽ ചേരിച്ചിട്ട് എഴുന്നേറ്റ് ചമ്രം പണിയും കാലം ക്രോസായിട്ട് വെക്കാം. ഈ പോസ്ചറാണ് സുഖാസനം എന്ന പോസ്ചറാണ്. സാധാരണ യോഗ ചെയ്യുന്ന ആളുകൾ തുടക്കക്കാരി ഇരിക്കുന്ന ഒരു പോസ്ചറാണ്. നമ്മൾ ചമ്രം പണിഞ്ഞിരിക്കുക എന്ന് പറയുന്ന ഒരു പോസ്ചറാണ് സുഖാസനം എന്ന പോസ്ചറാണ്. ഈ പോസ്ചർ നമ്മൾ പ്രെയറൊക്കെ ചെയ്ത് ഏത് മതത്തിലുള്ള ആളുകളായാലും
അവരെ മതത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ദൈവത്തിനെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ടാണ് പോയത്. കാരണം വെച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. ഈ പോസ്റ്റാണ് സുഖാസനം എന്ന പോസ്റ്റ്. കണ്ണടച്ച് മനസ്സേകാഗ്രമാക്കിയിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. ഇതൊരു പ്രയർ പോസ്റ്റാണ്. മെഡിറ്റേഷൻ ഉപയോഗിക്കുന്ന ഒരു ആസനമാണ്. യോഗ പഠിക്കുന്ന എല്ലാ ആളുകളും പരിശീലിക്കുന്ന ഒരു പോസ്റ്റാണ് മേരുദണ്ഡാസന എന്നുള്ള പോസ്റ്റ്. ഇത് നമ്മൾ നട്ടലിന് ബലം കൊടുക്കുന്ന ഒരു പോസ്റ്റാണ്. പ്രത്യേകിച്ച് ഉദരഭാഗത്തെ പേശികൾ അതുപോലെ ബാക്ക് മസിലൊക്കെ സ്ട്രെങ്തൻ ചെയ്യുന്ന ഒരു പോസ്റ്റാണ്. ചെയ്തിങ്ങനെ നോക്കും. കാലുകൾ തമ്മിൽ ചേർത്ത് വെക്കാം. കൈ കമഴ്ത്തി ശരീരത്തിനോട് ചേർത്തിട്ട് വെക്കാം. വളരെ സാവകാശത്തിൽ നമ്മൾ ശ്വാസം എടുത്തുകൊണ്ട് വലത് കാല് മുകളിലേക്ക് ഉയർത്തി കൊണ്ടുവരാം. കാല് മാക്സിമം 90 ഡിഗ്രി വരെ പോകും. ശ്വാസം വിട്ടുകൊണ്ട് നല്ല കാല് താഴ്ത്തി ശ്വാസം എടുത്തുകൊണ്ട് ഇടത് കാല് മുകളിലേക്ക് പൊക്കി കൊണ്ടുവരാം. സാവകാശത്തിൽ പൊക്കി കൊണ്ടുവരാം. ശ്വാസം വിട്ടുകൊണ്ട് കാല് താഴ്ത്തി കൊണ്ടുവരാം. ശ്വാസം എടുത്തുകൊണ്ട് വലത് കാല് പൊക്കാം. ശ്വാസം വിട്ടുകൊണ്ട് കാല് താഴ്ത്തി ശ്വാസം എടുത്തുകൊണ്ട് കാല് പൊക്കി ശ്വാസം വിട്ടുകൊണ്ട് കാല് താഴ്ത്തി. ഇത് സാധാരണ 6 പ്രാവശ്യമാണ്. 3 മുതൽ 6 പ്രാവശ്യം നടത്തും. ഇത് കഴിഞ്ഞാൽ നമ്മൾ ശവാസനത്തിലാണ് റെസ്റ്റ് ചെയ്യുന്നത്. ശവാസനം റെസ്റ്റ്. പിന്നീട് നമ്മൾ അനന്ത ശയനാസനം എന്ന പോസ്റ്റാണ് ചെയ്യുന്നത്. ഒരു സൈഡിൽ ചെരിഞ്ഞിട്ടാണ്. ഒരു സൈഡിൽ ചെരിഞ്ഞ് നമ്മൾ തല കൈ കൊണ്ട് പൊക്കിയിട്ട് സപ്പോർട്ട് ചെയ്ത് നിർത്താം. മറ്റേ കൈ നമ്മൾ വയറിന് മുമ്പിൽ നിലത്ത് വെക്കുക. കാലൊക്കെ സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുക. നമ്മൾ തലക്ക് സപ്പോർട്ട് ചെയ്ത കൈയിൻ്റെ മുട്ട് മുതൽ കാലിന് കീഴ് വരെ ബാക്ക് ഒരേ ലൈനിലാണ്. എന്നിട്ട് നമ്മൾ ശ്വാസം എടുത്തുകൊണ്ട് മുകളിലത്തെ കാല് മുകളിലേക്ക് പൊക്കി കൊണ്ടുപോകും. ശ്വാസം വിട്ടുകൊണ്ട് മെല്ലെ താഴ്ത്തി. ശ്വാസം എടുത്തുകൊണ്ട് മെല്ലെ കാല് പൊക്കി കൊണ്ടുവരാം. ശ്വാസം വിട്ടുകൊണ്ട് കാല് താഴ്ത്തി കൊണ്ടുവരാം. ശ്വാസം എടുത്തുകൊണ്ട് കാല് മെല്ലെ പൊക്കിക്കൊണ്ട് കാല് മുമ്പോട്ട് പോയിന്റ് ചെയ്തു. ശ്വാസം വിട്ടുകൊണ്ട് കാല് താഴ്ത്തി. ഇതേപോലെ മറ്റേ സൈഡിലേക്ക് ശ്വാസം എടുത്തുകൊണ്ട് മുകളിലത്തെ കാല് മുകളിലേക്ക് പൊക്കിക്കൊണ്ട് ശ്വാസം വിട്ടുകൊണ്ട് കാല് താഴ്ത്തി. ശ്വാസം എടുത്തുകൊണ്ട് കാല് പൊക്കി ശ്വാസം വിട്ടുകൊണ്ട് കാല് താഴ്ത്തി. ശ്വാസം എടുത്തുകൊണ്ട് കാല് പൊക്കുക. ശ്വാസം വിട്ടുകൊണ്ട് കാല് താഴ്ത്തി. ഇത് 3 മുതൽ 6 പ്രാവശ്യമാണ്. പിന്നീട് നമ്മൾ ശവാസനത്തിൽ റെസ്റ്റ് ചെയ്യും. വിശ്രമിക്കുക. മലർത്തേക്കണം. ശവാസനത്തിൽ റെസ്റ്റ് ചെയ്യും. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന അനന്ത സൈനസൈറ്റിസിന് പ്രോബ്ലം ഉള്ള ആളുകൾ, ലങ് ഡിസീസുള്ള ആളുകളൊക്കെ നല്ലതാണ്. ബ്രീതിന് സ്ട്രെങ്ത്തൊക്കെ കൊണ്ടുവരാം. അപ്പോൾ സ്ട്രെങ്ത് ഉണ്ടാക്കി കൊണ്ടുവരാൻ സഹായിക്കും. അതുപോലെ നമ്മുടെ കഴുത്തിൻ്റെ മസിൽ ടോൺ ചെയ്യുന്നത്. അതുകൊണ്ട് കഴുത്ത് വേദന, പെടലി വേദനയുള്ള ആളുകൾക്ക് ആ പോസ്ചർ നല്ലതാണ്. അവർ ഹിപ്പ് ജോയിൻറ്റ് സ്ട്രെങ്തൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ് സ്ട്രെങ്തൻ ചെയ്യാൻ പോസ്ചർ. ഇതൊക്കെ 6 പ്രാവശ്യമാണ് ചെയ്യുന്നത്. പിന്നീട് നമ്മൾ പവനമുക്താസനം എന്ന പോസ്ചറാണ്. അത് ഗ്യാസ്ട്രൈറ്റിസിന് നല്ലതായിട്ടൊരു പോസ്ചറാണ്. ഇപ്പം അടുത്ത പോസ്ചറാണ് പവനമുക്താസനം. കാല് ചേർത്ത് കൈ കമഴ്ത്തി ശരീരത്തിനോട് ചേർത്ത് നിലത്ത് വെക്കും. ശ്വാസം എടുത്തുകൊണ്ട് നമ്മൾ വലത് കാല് നേരെ പൊക്കിക്കൊണ്ടുപോകും. ഇനി ആ ശ്വാസം ഉള്ളിൽ നിർത്തിയിട്ട് നമ്മുടെ കാല് മടക്കി ചെസ്റ്റ് എടുത്തേ കൊണ്ടുപോകാൻ. കൈ കോർത്ത് കാലിൻ്റെ മുട്ടിൽ പിടിച്ച് വളരെ സാവകാശത്തിൽ നമ്മുടെ തലയും ചെസ്റ്റും കാലിലെടുത്ത് പൊക്കിക്കൊണ്ടുപോകും. കുറച്ച് നേരം അവിടെ നിൽക്കുകയാണ്. നമുക്ക് ഈ ശ്വാസം പുറത്തേക്ക് വിട്ടതിന് ശേഷം ഇനി ശ്വാസം എടുത്തുകൊണ്ട് നമ്മൾ മെല്ലെ പുറകോട്ട് കിടക്കാം. പിന്നീട് ശ്വാസം വിട്ടുകൊണ്ട് കാല് കാണും. മറ്റേ കാലിൽ അതേപോലെ തന്നെ കാലിൻ്റെ പുട്ട് മടക്കി കൈ കോർത്ത് കാലിൽ പിടിക്കാം. കാല് ശരീരത്തിനോട് അടുപ്പിക്കാം. ശ്വാസം വിട്ടുകൊണ്ട് മെല്ലെ പൊങ്ങിയ
ഇനി ശ്വാസം എടുത്തുകൊണ്ട് നല്ല പുറകോട്ട് കിടക്കാം. ശ്വാസം എടുത്തുകൊണ്ട് കാല് താഴ്ത്തി ഒരിക്കൽ കൂടി ചെയ്യാം മനസ്സിലാക്കാൻ വേണ്ടി. ശ്വാസം എടുത്തുകൊണ്ട് വലത് കാല് പൊക്കി മുട്ടുമടക്കി കൈ കോർത്ത് കാലിൽ പിടിക്കാം. ശ്വാസം വിട്ടുകൊണ്ട് മെല്ലെ തല കാലിലെടുത്ത് പൊക്കിക്കൊണ്ട് കംപ്ലീറ്റ് ശ്വാസം പുറത്തേക്ക് വിട്ട് കുറച്ച് നേരം അവിടെ നിൽക്കാം. ഇനി ശ്വാസം എടുത്തുകൊണ്ട് പുറകോട്ട് കിടക്കാം. കാല് താഴ്ത്തി ശ്വാസം എടുത്തുകൊണ്ട് ഇടത് കാല് പൊക്കാം. മുട്ടുമടക്കി കൈ കോർത്ത് കാലിൽ പിടിക്കാം. ശ്വാസം വിട്ടുകൊണ്ട് മെല്ലെ തലയും ചെസ്റ്റും കാലിലെടുത്ത് പൊക്കിക്കൊണ്ടുവരാം. കംപ്ലീറ്റ് ശ്വാസം പുറത്തേക്ക് വിട്ട് കുറച്ച് നേരം അവിടെ നിൽക്കുക ശ്വാസം ഇല്ലാതെ. പിന്നീട് ശ്വാസം എടുത്തുകൊണ്ട് പുറകോട്ട് കിടക്കാം. കാല് താഴ്ത്തി ഇനി കാലൊക്കെ വിട്ട് വെക്കാം. കഴുത്തൊന്ന് വെറുതെ രണ്ട് സൈഡിലേക്ക് അങ്ങോട്ട് തലയൊന്ന് ഉരുട്ടി കൊടുക്കുക. രണ്ട് സൈഡിലേക്ക് ഉരുട്ടി കൊടുക്കുക. കഴുത്തിൻ്റെ പ്രയാസം ഒഴിവാക്കാം. ഈ പോസ്റ്റർ ഗ്യാസ്ട്രൈറ്റിസിന് നല്ലതാണ്. ഉദരഭാഗത്ത് ഫാറ്റ് കുറയ്ക്കാൻ സഹായിക്കും. നമ്മളെ നട്ടൽ ഫ്ലെക്സിബിൾ ആക്കിക്കൊണ്ടുപോയി പോസ്റ്റർ. ഇതും 3 മുതൽ 6 പ്രാവശ്യം വരെ ചെയ്യും. കണ്ണടച്ച് ശവാസനത്തിൽ റെസ്റ്റ്. ഇപ്പൊ നമ്മള് ലളിതമായ 3 ആസനം കഴിഞ്ഞ് ഇനി നമ്മളൊരു ഫോർവേഡ് ബെൻഡിങ് പോസ്റ്റാണ്, മുമ്പോട്ട് വളയുന്ന ഒരു ആസനമാണ് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ കാലുകൾ തമ്മിൽ ചേർത്ത് വെക്കാം. കൈ കമഴ്ത്തി ശരീരത്തോട് ചേർത്ത് നിലത്ത് വെക്കാം. ശ്വാസം എടുത്തുകൊണ്ട് കൈ തലയുടെ മുകളിൽ പൊക്കി കൊണ്ടുപോകാം. ശരീരം നല്ലോണം വലിച്ചുകൊണ്ട് കാലിൻ്റെ വിരൽ താഴോട്ട് വലിക്കുക, കൈ മുകളിലേക്ക് വലിക്കുക. ഇനി ശ്വാസം വിട്ടുകൊണ്ട് കൈ താഴ്ത്തി ഒരു സൈഡിലേക്ക് ചെരിഞ്ഞിട്ട് മെല്ലെ എഴുന്നേറ്റിരിക്കുക. കാല് നീട്ടിയിട്ടിരിക്കുകയാണ്. ഇതൊരു ഫോർവേഡ് ബെൻഡിങ് പോസ്റ്റാണ്. പശ്ചിമോത്ഥാനാസന പോസ്റ്റാണ്. ഈ പോസ്റ്റിൽ നമ്മൾ ബാക്ക് ഫ്ലെക്സിബിൾ ആക്കിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഈ കൈ രണ്ട് കാലിൻ്റെ മുട്ടിൽ വെച്ച് നേരിരിക്കണം, നിവർന്നിരിക്കുന്ന. ഇനി ശ്വാസം എടുത്തുകൊണ്ട് കൈ രണ്ടും തലയുടെ മുകളിലേക്ക് പൊക്കി കൊണ്ടുപോകുക. ഇനി വളരെ സാവകാശത്തിൽ ശ്വാസം വിട്ടുകൊണ്ട് മുമ്പോട്ട് താഴ്ന്ന് വന്ന് കാലിൻ്റെ തള്ളവിരൽ കൈയിൻ്റെ ചൂണ്ടുവിരലും തള്ളവിരലും ഉപയോഗിച്ചിട്ട് ഒരു കൊളുത്തുമാരിയാക്കി പിടിക്കാം. എന്നിട്ട് എൽബോ നിലത്തേക്ക് മടക്കി തല താഴ്ത്തി കൊണ്ടുപോകാം. ആ പോസ്റ്റിൽ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ബ്രീത്ത് ചെയ്യണം. പുതുതായിട്ട് ചെയ്യുന്ന ആളുകൾ ശ്വാസം വിട്ടുകൊണ്ട് താഴ്ന്നു വന്ന് ശ്വാസം എടുത്തുകൊണ്ട് പൊങ്ങിയാണ്, അവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. ഇപ്പം ശ്വാസം എടുത്തുകൊണ്ട് കൈ നീട്ടിപ്പിടിച്ചുകൊണ്ട് പൊങ്ങിയുക. കൈ പിടിച്ചുകൊണ്ട് നീട്ടിപ്പിടിച്ചുകൊണ്ട് പൊക്കിക്കൊണ്ട് കൈ മുകളിലേക്ക് പൊക്കിക്കൊണ്ട് തലയുടെ മുകളിലേക്ക് പൊക്കിക്കൊണ്ട് ഒരിക്കൽ കൂടെ ശ്വാസം വിട്ടുകൊണ്ട് മുമ്പോട്ട് താഴ്ന്നു. ഇനി കൈ നീട്ടിപ്പിടിച്ചുകൊണ്ട് പൊക്കിക്കൊണ്ട് ഊരാൻ പൊങ്ങണം. ഒരിക്കൽ കൂടി ശ്വാസം വിട്ടുകൊണ്ട് മുമ്പോട്ട് താഴ്ന്ന് എൽബോ നിലത്തേക്ക് താഴ്ത്തിക്കൊണ്ട് തലയും ജസ്റ്റ് കാലിലേക്ക് അടിക്കും. ഈ പോസ്റ്റാണ് പശ്ചിമോത്ഥാനാസനം. നമ്മളെ നെർവസ് സിസ്റ്റത്തെ നാഡീവ്യൂഹത്തിൻ്റെ പ്രവർത്തനം നമ്മൾ നെർവസ് സിസ്റ്റത്തെ സ്റ്റിമുലേറ്റ് ചെയ്ത പോസ്റ്റാണ്. പാൻക്രിയാസിൻ്റെ ഫങ്ഷൻ കറക്റ്റ് ചെയ്യുക. അതുകൊണ്ട് ഡയബറ്റിക് ആയിട്ടുള്ള ആളുകൾക്ക് നല്ലതാണ്. നമ്മൾ ഹാർട്ട് മസിൽ സ്ട്രെങ്തൻ ചെയ്യുന്നൊരു പോസ്റ്റാണ്. നല്ല കൈ നീട്ടി പിടിച്ചുകൊണ്ട് പൊങ്ങുക. എന്നിട്ട് കൈ താഴ്ത്തിയിട്ട് പുറകിൽ നിലത്ത് വെക്കാം. ഈ പോഷൻ ഒരു ഓപ്പോസിറ്റ് ആയിട്ട് എതിരായിട്ടൊരു പോഷനുണ്ട്, കൗണ്ടർ പോഷനാണ്, പൂർവോത്ഥാനാസന എന്ന പോഷൻ. അപ്പൊ കൈ നിലത്ത് അമർത്തിയിട്ട് നമ്മൾ നടു പൊക്കി കൊണ്ടുപോവുക. ശ്വാസം വിട്ടുകൊണ്ട് മെല്ലെ താഴ്ന്നു മെല്ലെ പൊങ്ങും. ഒരിക്കലും മെല്ലെ നോക്കിയാണ് ശ്വാസം മെല്ലെ പൊങ്ങാൻ. തല പുറകോട്ട് പോവുക. ശ്വാസം വിട്ടുകൊണ്ട് മെല്ലെ താഴ്ന്നു. ഇത് പൂർവോത്ഥാനാസന പോഷൻ. പൊതുവെ നമ്മൾ യോഗ ചെയ്യുന്ന സമയത്ത് ഈ പശ്ചിമോത്ഥാനാസനം ചെയ്തതിന് ശേഷം തലകീഴായുള്ള ആസനങ്ങൾ ചെയ്യുന്നത് നല്ലതാണെന്ന് പറയും. അതിനുശേഷമാണ് തലകീഴായുള്ള ആസനങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ പ്രയാസങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് സങ്കല്പം. അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യും, ശവാസനം റെസ്റ്റ് ചെയ്യും. അതിനുശേഷം നമ്മൾ സർവാംഗാസനം എന്ന പോസ്റ്റാണ് ചെയ്യുക. അപ്പോൾ ഇൻസെൻറ്റീവാണ് പോസ്റ്റ്. സർവാംഗാസനം എന്ന പോസ്റ്റാണ്. നമ്മൾ ശ്വാസം എടുത്തുകൊണ്ട് 2 കാലും മെല്ലെ പൊക്കിക്കൊണ്ട് 90 ഡിഗ്രിയിലേക്ക് പൊക്കിക്കൊണ്ട് പിന്നീട് അവിടുന്ന് ബട്ടക്സ് പൊക്കി ശംഖം പൊക്കാം. എന്നിട്ട് ഷോൾഡറിൻ്റെ മുകളിലാണ് ഈ പോസ്റ്റിൽ നിൽക്കുന്നത്. കൈ പുറകിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഷോൾഡർ മുതൽ ഹീല് വരെ നമ്മൾ ബാക്ക് ഒരേ ലെവലിലാണ്. ഈ പോസ്റ്റിൽ 3 മുതൽ 15 മിനിറ്റ് വരെ നിൽക്കാം. പുതുതായിട്ട് ചെയ്യുന്ന 3 മിനിറ്റിൽ കുറഞ്ഞ സമയമാണ് നിൽക്കാം. ഹൈ ബ്ലഡ് പ്രഷറുള്ള ആളുകൾ, കാർഡിയാക് പ്രോബ്ലം ഉള്ള ആളുകൾ, ഹൃദയ സംബന്ധമായ അസുഖമുള്ള ആളുകളൊന്നും ഈ പോസ്റ്റ് ചെയ്യാൻ പാടില്ല.
കഴുത്തിൽ വേദനയുണ്ടെങ്കിൽ ചെയ്യാൻ പാടില്ല. ഈ പോസ്റ്റിൽ സാധാരണ ചെയ്യാൻ സാധാരണ. ഇനി ഈ പോസ്റ്റിൽ ഒരുപാട് വേരിയേഷൻസ് നമ്മൾ കൂട്ടിയിട്ടുണ്ട്. പൊതുവെ നമ്മൾ ഈ പോസ്റ്റിൽ പ്ലെയിൻ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല കാല് കുറച്ച് തലേൻ്റെ ഭാഗത്ത് താഴ്ത്തി 40 ഡിഗ്രി താഴ്ത്തി കൈ നിലത്തേക്ക് വെക്കാം. എന്നിട്ട് മെല്ലെ താഴ്ത്തി. സാധാരണ നമ്മൾ ഈ പോസ്റ്റ് മാത്രം ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യാം. ഇതിൻ്റെ കൂടെ നമ്മൾ വേരിയേഷൻസ് ഒക്കെ കൂട്ടി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരിക്കൽ കൂടി കാണാൻ പോസ്റ്റ് എങ്ങനെയാണ് ചെയ്യാം. ശ്വാസത്തിന് 2 കാലം നോക്കുക, പിന്നെ ബട്ടക്സ് കൂട്ടി, അതിന് മുകളിലേക്കുള്ള ഭാഗം കൂട്ടി, ഷോൾഡറിന് മുകളിലേക്കാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നു, ഒരു കാലം മടക്കിയിട്ട് നെറ്റിൻ്റെ മുകളിൽ കൊണ്ടുവരിക, നല്ല കൊണ്ട്, പിന്നെ കാലം മുകളിലേക്ക് നിർത്തി, പിന്നെ മറ്റേ കാലം നിർത്തി, പിന്നെ 2 കാലം മടക്കി നെറ്റിൻ്റെ മുകളിൽ കാലം നിർത്തി, പിന്നെ നമ്മൾ ഒരു കാലം തലയുടെ പുറകിലേക്ക് താഴ്ത്താം, ഏകപാദ സർവാംഗം കാല് പൊക്കി, പിന്നെ മറ്റേ കാല് പൊക്കി, പിന്നീട് നമ്മൾ ഹലാസനം തന്നെ കുറച്ച് പ്രധാനപ്പെട്ട പോലെ ഹലാസനം, ഒരു കലപ്പേന പോലെ നമ്മുടെ കാല് തലയുടെ പുറകിലേക്ക് താഴ്ത്താം, കൈ പുറത്ത് നിലത്ത് വെക്കാം. ഇതാണ് ഹലാസനം എന്ന പോഷൻ. ഈ പോഷൻ ബ്ലഡ് പ്രഷറുള്ള ആൾക്കാർക്ക് ചെയ്യാനാണ്. ഷോൾഡറിലെ സ്ട്രഗ്ലിഷ്നെസ് ഒക്കെ പോകാൻ, ഷോൾഡറിൻ്റെ ഭാഗത്ത് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഈ പോഷൻ സഹായിക്കുന്നു. ഈ പോഷൻ തിരിച്ച് മുകളിലേക്ക് സർവാംഗാസം തിരിച്ചു വരാം. പിന്നെ നമ്മൾ ഈ സൈഡിലേക്കുള്ള വേരിയേഷൻസ് ആണ് നല്ല സേതുബന്ധനാസനത്തിലേക്ക് ഓരോ കാലായി താഴ്ത്തിക്കുന്നു. ഇതാണ് സേതുബന്ധന, അത് പാലം പോലെയാണ്, ബ്രിഡ്ജ് പോസ്റ്റാണ്, പാലം പോലെ. ഇത് നമ്മളൊരു കാര്യം നല്ല മുകളിലേക്ക് പോകും. മറ്റേ കാര്യം പോകും സർവാംഗാസനം. വീണ്ടും നമുക്ക് ഹലാസനത്തിൽ അങ്ങോട്ട് ഹലാസനത്തിലേക്ക് പോകാം. പിന്നെ അവിടുന്ന് ഡയറക്റ്റായിട്ട് സേതുബന്ധനാസനത്തിലേക്ക് വരാം. ഓരോ കാര്യം ഇനി നമ്മളിവിടുന്ന് നടുമെല്ലാം താഴ്ത്തി എടുക്കാം. താഴ്ത്തി വെച്ച് സേതുബന്ധനാസനം നമ്മൾ വേറിട്ട് ചെയ്യാൻ, ഇങ്ങനെ കാലിൻ്റെ ആംഗിളിൽ പിടിക്കാം. എന്നിട്ട് നല്ല നടു കൂട്ടി ഇങ്ങനെ ചെയ്യാം. സേതുബന്ധനാസനം പോസ്റ്റ് ഇങ്ങനെ ചെയ്യാം. ഒറ്റയ്ക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്യാം. എന്നിട്ട് നടു താഴ്ത്തി. ഈ പോസ്റ്ററിനൊക്കെ ഒരു കൗണ്ടറായി നമ്മൾ വെറുതെ കാൽ മടക്കി ചെസ്റ്റ് എടുത്ത് കൊണ്ടുവന്ന് കാലിൽ കെട്ടിപ്പിടിക്കാം. കാൽ ചെസ്റ്റ് എടുത്ത് റോൾ ചെയ്യാം, ചുറ്റിപ്പിടിക്കാൻ റോൾ ചെയ്യാം, നല്ല വൃത്തി കൊടുക്കാം. ഇതാണ് ബാക്ക് മസിൽ കംപ്ലൈൻറ്റ് ആവാതിരിക്കാൻ ചെയ്യുന്നതാണ്. ബാക്ക് പെയിൻ ഒന്നും വരാതിരിക്കാൻ ചെയ്യും. നല്ല പുറകോട്ട് കിടക്കാം. പൊതുവെ നമ്മൾ സർവാംഗാസനം ചെയ്ത് കഴിഞ്ഞാൽ മത്സ്യാസനം എന്നൊരു പോസ്റ്റ്. മത്സ്യാസനം ചെയ്ത് നോക്കാം. കാൽ ചേർത്ത് വെച്ച് കൈ കമഴ്ത്തി നമ്മൾ കാലിന് അടിയിലേക്ക് ഇടാം. നല്ലോണം താഴ്ത്തി വെച്ച് അതിന് കൈ മുട്ട് നിലത്ത് അമർത്തിയിട്ട് വാരിയിൽ ചെസ്റ്റൊക്കെ പൊക്കി തല ടോപ്പ് നൽകുക. നല്ലോണം ബ്രീത്ത്, ലൈഫ് സ്റ്റൈൽ ബ്രീത്ത്. നല്ലപോലെ ബ്രീത്ത്, വളരെ ഇഷ്ടം. ഇനി മെല്ലെ നമ്മൾ തല നിർത്തി കൊടുക്കുക. അപ്പോൾ ഷോൾഡർ താഴോട്ട് തല മെല്ലെ 2 സൈഡിലേക്ക് നിർത്തി കൊടുക്കുക. ഇനി കൈ കോർത്ത് തലയുടെ പുറകിൽ പിടിക്കുക. കഴുത്തിനൊന്നും പരിക്കൊന്നും വരാതിരിക്കാം. കൈ കോർത്ത് നമ്മൾ തലയൊന്ന് തിരിച്ച് നോക്കാം. സൈഡിൽ തിരിച്ച് നോക്കാം, പിന്നെ മറ്റേ സൈഡിൽ തിരിച്ച് നോക്കാം. ഇനി നേരെ കാലിലേക്ക്, ഇതിന് പുറകോട്ട്. സർവാംഗാസനം കുറേ കാലം ചെയ്താൽ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചക്രാസനം എന്നൊരു പോഷൻ, വീൽ പോഷനാണ് ചക്രാസനം. കാല് മുടക്കി വെക്കാം, തമ്മിൽ കുറച്ച് വിട്ട് കൈ നമ്മൾ ഷോൾഡറിനുള്ളിലേക്ക് വെക്കാം. ഇതിന് മെല്ലെ നമ്മൾ നടു പൊക്കി കൊണ്ടുവരാം. മെല്ലെ പൊക്കാം. ഈ പോഷനാണ് വീൽ പോഷൻ, ചക്രാസനം എന്ന പോഷനാണ്. പൊതുവെ യോഗ കുറേ കാലം ചെയ്യുന്ന ആൾക്കാർക്ക് സർവാംഗാസനം കൂടെ തന്നെ ചെയ്യാൻ പറ്റുന്ന പോഷനാണ്. അങ്ങനെ കൂടുതലാണ്. മെല്ലെ തല പൊക്കി ഷോൾഡർ താഴ്ത്തി. ഇനി ഇതിൻ്റെ കോംപ്ലിമെൻ്ററി പോഷൻ കാല് മടക്കിയിട്ട് ചെസ്റ്റിനോട് ചേർത്തിട്ട് കാലിൽ കെട്ടിപ്പിടിക്കും.
തല പൊക്കിയിട്ട് റോൾ ചെയ്യാം, ബോർഡ് പുറകോട്ട് കൂട്ടി നല്ല നല്ല റെസ്റ്റ് ചെയ്യാം. ഇപ്പം നമ്മൾ വളരെ സിമ്പിൾ ലളിതമായിട്ടുള്ള പോഷനാണ്. ലളിതമായിട്ടുള്ള പോഷനിൽ സർവാകാശം മാത്രമുള്ള പ്രയാസങ്ങൾ, ബാക്കിയൊക്കെ ലളിത സിമ്പിളായിട്ടുള്ള പോഷനാണ്. ഇതൊക്കെ മലർന്ന് കിടന്നുള്ള ആസനങ്ങളാണ്. ഇനി നമ്മൾ കമിഴ്ന്ന് കിടന്നുള്ള പോഷനിലേക്ക് പോവുകയാണ്. കമിഴ്ന്നിട്ട് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. കമിഴ്ന്ന് കിടന്ന് കമിഴ്ന്ന് കിടക്കുമ്പോൾ നമ്മുടെ കാലിൽ വിരൽ ചേർന്നിട്ടാണ്, ഹീല് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് കൈപ്പത്തി ഒന്നിന് മേലോട്ട് വെച്ചിട്ട് തല ഒരു സൈഡിൽ ചെരിച്ചിട്ടിരിക്കണം. ഇതിനാണ് മകരാസനം എന്ന പോഷൻ. ഈ പോഷനാണ് റിലാക്സ്. ഇപ്പോൾ റിലാക്സേഷൻ 3 ആസനങ്ങൾ ഉപയോഗിക്കുക. 2 കിടന്നിട്ടുള്ള പോഷൻ, 1 ഇരുന്നിട്ടാണ്. അതിൽ രണ്ടാമത്തെ കിടന്നിട്ട് രണ്ടാമത്തെ പോഷൻ മകരാസനം. ഈ പോഷനിൽ പൊതുവെ നമ്മൾ ചെയ്യുന്നത് ഭുജംഗാസനം എന്ന പോഷനാണ് ചെയ്യാറ്. ഭുജംഗാസനം എന്ന പോഷനാണ്. ആ പോഷൻ നമ്മൾ കൈ ചെസ്റ്റിന് 2 സൈഡിൽ വെക്കാം. എൽബോ നമ്മൾ ശരീരത്തോട് ചേർത്ത്, കൈ കുറച്ചും താഴ്ത്തുക. എൽബോ ശരീരത്തോട് ചേർത്ത് ഒരു കോബ്രേനെ പോലെ നമ്മൾ പോകുകയാണ്. അപ്പോൾ ശ്വാസത്തോട് നല്ല തലയും ചെസ്റ്റൊക്കെ പൊക്കിക്കൊണ്ടുവരും. ശ്വാസം വിട്ടോട്ട് നല്ല താഴ്ന്നു. ശ്വാസത്തോട്ട് നല്ല തല പൊക്കി ഷോൾഡർ ചെസ്റ്റൊക്കെ പൊക്കണം. ഈ പോസ്റ്റില് ഭുജംഗാസന പോസ്റ്റ് ബാക്ക് മസിൽ ഡൗൺ ആയിട്ട്, അതുപോലെ പാൻക്രിയാസിന്റെ പോസ്റ്റ് കറക്റ്റ് ചെയ്യാം. ഡയബറ്റിക് ആയിട്ടുള്ള ആളുകൾക്ക് ഈ പോസ്റ്റാണ്. സ്ത്രീകൾക്ക് നല്ലതാണ്. മെൻസ്ട്രൽ പ്രോബ്ലം ഉള്ള ആൾക്കാർക്ക് ഈ പോസ്റ്റാണ് നല്ല തന്നെ താഴെ. ഇപ്പം ലങ് ഡിസീസുള്ള ആളുകൾ, ആസ്തമ പോലുള്ള അസുഖമുള്ള ആളുകൾ ഈ പോസ്റ്റ് നല്ലതാണ്. ഇനി നമ്മൾ വീണ്ടും മകരാസനത്തിൽ റെസ്റ്റ് ചെയ്യാം. അടുത്ത പോസ്റ്റ് നമ്മൾ ഈ കമിഴ്ന്നിട്ടുള്ള പോസ്റ്റിൽ ശലഭാസനം എന്ന പോഷാണ്. നമ്മൾ കാൽ ചേർത്ത് വെച്ച് കൈ 2 മുഷ്ടി ചുരുട്ടിയിട്ട് കാലിനുള്ളിലേക്ക് ചുരുട്ടിയിട്ടാണ് വെക്കുന്നത്. കാലിനുള്ളിലേക്കാണ് താടിയിട്ട് നിലത്ത് വെക്കാണ്. ശലഭാസനം എന്ന പോഷൻ അർദ്ധശലഭാസനം. ഇപ്പൊ ശ്വാസം കൊണ്ട് വലത് കാല് മെല്ലെ പൊക്കിക്കും. ശ്വാസം വിട്ടുകൊണ്ട് മെല്ലെ കാല് താഴ്ത്തി. ശ്വാസം കൊണ്ട് ഇടത് കാല് മെല്ലെ പൊക്കിക്കും. ശ്വാസം വിട്ടുകൊണ്ട് കാല് താഴ്ത്തി. ശ്വാസം കൊണ്ട് വലത് കാല് മെല്ലെ പൊക്കിക്കൊണ്ടുപോകാം. ശ്വാസം വിട്ടുകൊണ്ട് കാല് താഴ്ത്തി. ശ്വാസം കൊണ്ട് ഇടത് കാല് പൊക്കാം. ശ്വാസം വിട്ടുകൊണ്ട് കാല് താഴ്ത്തി. ശ്വാസം കൊണ്ട് വലത് കാല് നേരെ പൊക്കും. ശ്വാസം വിട്ടുകൊണ്ട് കാല് താഴ്ത്തി. ശ്വാസം കൊണ്ട് ഇടത് കാല് മെല്ലെ പൊക്കും. ശ്വാസം വിട്ടുകൊണ്ട് കാല് താഴ്ത്തി. ഇത് നമുക്ക് 3 മുതൽ 6 പ്രാവശ്യം കളിക്കാം. ഇവിടെ 3 പ്രാവശ്യമാണ് ചെയ്യുക, അത് 6 പ്രാവശ്യം കളിക്കാം. ഈ പോഷൻ അർദ്ധശലഭാസനം നമ്മുടെ വൈറ്റൽ ഓർഗൻസിന്റെ ഫംഗ്ഷൻ കറക്റ്റ്, ലിവർ, കിഡ്നി, പ്ലീഹ, പാൻക്രിയാസ്, അഡ്രിനൽ ഗ്ലാൻഡ്, ഇതിൻ്റെയൊക്കെ ഫംഗ്ഷൻ കറക്റ്റ് ചെയ്യാൻ സഹായിക്കാറുണ്ട്. ഡയബറ്റിക് ആയിട്ടുള്ള ആളുകൾ, അതുപോലെ ആസ്തമേന പ്രോബ്ലം ഉള്ള ആളുകൾ, ബ്ലഡ് പ്രഷർ ഉള്ള ആളുകൾ, ബാക്ക് പെയിൻ ഉള്ള ആളുകൾക്ക് ഈ പോഷൻ വളരെ നല്ലതാണ്. വീണ്ടും നമ്മൾ മകരാസനത്തിലേക്ക് വരികയാണ്. കൈയിട്ട് മുമ്പിൽ വെച്ച് തല സൈഡിൽ ചെയ്തിട്ട് ഈ പോഷൻ മകരാസനം. വീണ്ടും നമ്മൾ മകരാസനം റെസ്റ്റ് ചെയ്യാം. അടുത്ത പോഷൻ ധനുരാസനം എന്ന പോഷനാണ്. അപ്പോൾ ഭുജംഗാസനം ശലഭാസനം കൂടിയിട്ടുള്ള ഒരു പോഷനാണ് ധനുരാസനം. ഇപ്പൊ കാല് മടക്കിയിട്ട് നമ്മൾ കാലിന്റെ ആംഗിളിൽ പിടിക്കാം. സാവകാശത്തിൽ ചെയ്യണം. ശ്വാസം എടുത്ത് ശ്വാസം വിട്ടുകൊണ്ട് നമ്മുടെ കാല് മുകളിലേക്ക് നിവർത്താൻ നോക്കുകയാണ്. അപ്പൊ കൈ പിടുത്താൻ വിടരുത്. അപ്പൊ ചെസ്റ്റ് പൊങ്ങി നാച്ചുറലായിട്ട് പൊങ്ങിയ ഒരു കാലിന്റെ വിരലൊക്കെ ലൂസാക്കി തളർത്തി പിടിക്കാം. തളർത്തി പിടിക്കാം. ഇനി മെല്ലെ തന്നെ ശ്വാസം വിട്ടുകൊണ്ട് താഴെ ഒരിക്കൽ കുടിക്കുക. കാരണം വിരല് ലൂസാക്കി ശ്വാസം എടുത്ത് ശ്വാസം വിട്ടുകൊണ്ട് മെല്ലെ പൊങ്ങിയ വരാം. മെല്ലെ തന്നെ താഴെ വരാം. ഒരിക്കൽ കുടിക്കുക. മെല്ലെ ശ്വാസം എടുത്ത് ശ്വാസം വിട്ടുകൊണ്ട് കാല് നിവർത്താൻ നോക്കിയാൽ, കാല് മുകളിലേക്ക് തുറക്കാൻ നോക്കിയാൽ. അപ്പോൾ അവിടെ ചെസ്റ്റ് പൊങ്ങിയ നാച്ചുറലായിട്ട് ഒരു വില്ല് പോലെ തന്നെ പൊങ്ങിയത്. കാല് വിരലുകളൊക്കെ ലൂസാക്കി പിടിക്കുക, തളർത്തി പിടിക്കാം. ഇനി മെല്ലെ തന്നെ താഴ്ന്നു. എന്നിട്ട് മകരാസനത്തിൽ റെസ്റ്റ് ചെയ്യാം.
നമ്മൾ ചെയ്ത് ധനുരാസന പോഷനാണ്. ഉദരഭാഗത്ത് ഫാറ്റ് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുമ്പോഴത്തേക്ക് വയറിന് ഫാറ്റ് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും. ഗ്യാസ്ട്രൈറ്റിന് പ്രോബ്ലം, ഗ്യാസ്ട്രൈറ്റിസ് ഡിസോർഡറുള്ള ആളുകൾക്ക്, ഉദര സംബന്ധമായിട്ടുള്ള അസുഖമുള്ള ആൾക്കാർക്ക് ഈ പോഷൻ നല്ലതാണ്. പ്രമേഹമുള്ള ആൾക്കാർക്ക് ഈ പോഷൻ നല്ലതാണ്. ആസ്തമേൻ്റെ പ്രോബ്ലം ഉള്ള ആൾക്കാർക്ക് ഈ പോഷൻ നല്ലതാണ്. ഇതുവരെ നമ്മൾ ചെയ്ത കമിഴ്ന്ന് നടന്നുള്ള പോഷനാണ്. ഇത് നമ്മൾ ഇരുന്നിട്ടുള്ള പോഷനാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇരുന്നിട്ടുള്ള പോസ്റ്ററിലേക്ക് നമ്മൾ വരുന്നത് കാല് ചേർത്ത് കൈ നമ്മൾ ചെസ്റ്റിൻ്റെ രണ്ട് സൈഡിൽ വെച്ച് ഡോഗ് സ്ട്രെച്ച് എന്ന് പറഞ്ഞൊരു പോഷനാണ്. ശ്വാനാസനം എന്ന് പറഞ്ഞ പോഷൻ. നായ അതിന് മുമ്പിലെ കാല് മുമ്പോട്ട് നീട്ടിയിട്ട് അതിൻ്റെ ബാക്ക് പുറകോട്ട് വലിക്കുന്ന പോലെയുള്ളൊരു പോഷനാണ്. അതുകൊണ്ട് ശ്വാനാസനം എന്ന് പറയും. ശ്വാസം എടുത്തുകൊണ്ട് തലയും ചെസ്റ്റൊക്കെ മെല്ലെ പൊക്കി കൊണ്ടുവരാം. ഇതിൻ്റെ ബട്ടക്സ് പുറകോട്ട്, പൃഷ്ഠഭാഗം പുറകോട്ട് വലിക്കാം. എന്നിട്ട് കൈ രണ്ടും മെല്ലെ സ്ട്രെച്ച് ചെയ്യാൻ, മുമ്പോട്ട് സ്ട്രെച്ച് ചെയ്ത്. ഇതാണ് ഡോഗ് സ്ട്രെച്ച് എന്ന് പറഞ്ഞ പോഷൻ. എന്നിട്ട് ഈ പോഷൻ മെല്ലെ കൈ പുറകോട്ട് കൊണ്ടുപോകും. കൈ ശരീരത്തിൽ രണ്ട് സൈഡിൽ പുറകോട്ട് വെക്കാം. എന്നിട്ട് ഈ പോഷനിലാണ് റെസ്റ്റ് ചെയ്യുന്നത്. ഇത് ഗർഭസ്ഥ ശയനാസനം എന്ന് പറഞ്ഞ പോഷനാണ്. മൂന്നാമത്തെ വിശ്രമിക്കുന്ന പോഷനാണ്. 3 പോഷനാണ് വിശ്രമത്തിനുള്ള. 2 കിടന്നിട്ടാണ്, 1 ഇരുന്നിട്ടാണ്. ആ ഇരുന്നിട്ടുള്ള പോഷനാണ്. ഇതിൽ നിന്ന് നമ്മൾ നേർന്ന് വന്നാൽ വജ്രാസനത്തിലേക്കാണ് വരുന്നത്. വജ്രാസനത്തിൽ അപ്പോൾ കൈ മടിയിൽ വെക്കാം. ഇനി മാറ്റിൻ്റെ നടുക്കേക്ക് ഇരുന്നു, കുറച്ചുകൂടി മുമ്പോട്ട് കയറി ഇരുന്നു. ഈ പോഷനാണ് വജ്രാസന പോഷൻ. പൊതുവെ പ്രാണായാമം, മെഡിറ്റേഷൻ, ധ്യാനത്തിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു പോഷനാണ് വജ്രാസനം. ഈ പോഷനിൽ നമ്മൾ യോഗ മുദ്ര എന്നൊരു പോഷൻ ചെയ്യാൻ പറ്റും. വളരെ ലളിതമായിട്ടുള്ളൊരു പോഷനാണ്. കൈ പുറകിൽ കൊണ്ടുപോയിട്ട് വലത് കൈൻ്റെ റിസ്റ്റിൽ ഇടത്തേ കൈ കൊണ്ട് പിടിക്കാം. ഇനി ബാക്ക് സ്ട്രൈറ്റ് ആയിരിക്കുക, കണ്ണടയ്ക്കുക, മെല്ലെ ശ്വാസം ഉള്ളിലേക്ക് ഇടുക. ഇനി ശ്വാസം വിട്ടുകൊണ്ട് മെല്ലെ നെറ്റി നിലത്തേക്ക് താഴ്ത്തിയ മുമ്പോട്ട് താഴ്ന്നിട്ട് നെറ്റി നിലത്തേക്ക് കൊണ്ടുവരാം. ശ്വാസം എടുത്തുകൊണ്ട് സാവകാശത്തിൽ പൊങ്ങിയ, വളരെ മെല്ലെ പൊങ്ങിയ. ഇതൊരു മെഡിറ്റേഷൻ ഉപയോഗിക്കുന്ന പോസ്റ്റാണ്. അപ്പം മെല്ലെ കണ്ണടച്ചിട്ട് പിടിക്കുക. കണ്ണടച്ച് വളരെ മെല്ലെ ശ്വാസം വിട്ടുകൊണ്ട് മെല്ലെ താഴ്ന്നു വരാം. ശ്വാസം എടുത്തുകൊണ്ട് മെല്ലെ നോർന്നു വരാം. ശ്വാസം വിട്ടുകൊണ്ട് മെല്ലെ താഴ്ന്നു വരാം. ശ്വാസം പുറത്തേക്കാണ്. നെറ്റി നിലത്ത് വെക്കാം. ഇനി കൈ താഴോട്ട് ഇറക്കി വെക്കാം. ഇവിടെ നമ്മൾ ഗർഭസ്ഥ ശയനാസനം തന്നെ ചൈൽഡ് പോഷനാണ്. ഈ പോഷനിൽ റെസ്റ്റ്, എൽബോ നിലത്ത് ലൂസാക്കി വെക്കാം. മാനസികമായിട്ടൊക്കെയുള്ള റിലാക്സേഷൻ ഈ പോഷൻ വളരെ നല്ലതാണ്. ഉദര സംബന്ധമായിട്ടുള്ള അസുഖമുള്ള ആൾക്കാർക്ക് ഈ പോഷൻ നല്ലതാണ്. ഇതിന് മെല്ലെ നിവർന്നിരിക്കുക, കൈ മടിയിൽ വെക്കാം. ഒരു കണ്ണടച്ചിരിക്കുക. ഇങ്ങനെയാണ് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യാനിരിക്കുക. ഇങ്ങനെയാണ് കണ്ണടച്ചിട്ട് മനസ്സേകാകണം. പോഷനിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പോഷനാണ് അർദ്ധ മത്സ്യേന്ദ്രാസന എന്ന പോഷൻ. നമ്മൾ നടുവിൽ തിരിക്കുന്ന ഒരു പോഷനാണ്. നമ്മൾ ചെയ്യുമ്പോൾ ഇതേപോലെ വജ്രാസനത്തിൽ ഇരിക്കുക. ഇതിലൊരു സൈഡിലേക്ക് ഇറങ്ങിയിരിക്കാം. ഇതിലൊരു കാലെടുത്ത്, മുകളിലത്തെ കാലെടുത്ത് അപ്പുറത്തേക്ക് വെക്കാം. ഇനി ഇടത് കൈ പുറകിൽ, ഈ സൈഡിലെ കൈ പുറകിൽ വെക്കാം. മറ്റേ കൈ പൊക്കി കാല ഔട്ടർ സൈഡിൽ താഴ്ത്തി കൊണ്ടുവരാം. മറ്റേ കാല പാദത്തിന് ആർച്ച് പിടിക്കാൻ പുറകോട്ട്. ഇതാണ് അർദ്ധ മത്സ്യേന്ദ്രാസനം എന്ന പോസ്റ്റ്. നട്ടിൽ തിരിക്കുന്ന ഒരു പോസ്റ്റാണ്. ഉദരഭാഗത്താണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. സെൻട്രൽ നർവസ് സിസ്റ്റത്തിൻ്റെ ഫംഗ്ഷൻ കറക്റ്റ് ചെയ്യുന്നത്, നമ്മളെ നാഡീവ്യൂഹത്തിൻ്റെ ഫംഗ്ഷൻ കറക്റ്റ് ചെയ്യും. അവർ ഡയബറ്റിക് ആയിട്ടുള്ള ആളുകൾക്ക് നല്ലതാണ്. ഗ്രേനൽ യൂത്ത് ഉണ്ടാവുന്നത്, നിത്യ യൗവനം ഉണ്ടാവും ഈ പോസ്റ്റ് ചെയ്താലാണ് സങ്കല്പം. ഇനി സാവകാശത്തിൽ ആ പോഷൻ തിരിച്ചു വരാം. വീണ്ടും നമ്മൾ വജ്രാസനത്തിലാണ് ഇരിക്കുന്നത്. തിരിച്ചു വന്നിട്ട് വജ്രാസനത്തിലിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇരിക്കാം. കാല് മുകളിൽ കൂടെ എടുത്ത് വെക്കാം. വലത് കൈ പുറകെ, റൈറ്റ് ഹാൻഡ് ബിഹാൻ, വലത് കൈ പുറകിൽ വെക്കാം. പിന്നെ മറ്റേ കൈ പൊക്കി കാല ഔട്ടർ സൈഡിൽ ഇതാക്കാം. ചോട് പുറകോട്ട് തിരിച്ച് പുറകോട്ട് നോക്കാം. അർദ്ധമത്സ്യേന്ദ്രാസനം വളരെ പ്രധാനപ്പെട്ട പോഷനാണ്. ഇതിന് ബദലായിട്ടുള്ള പോഷൻ വളരെ കുറവാണ്. നട്ടിൽ തിരിക്കുന്ന ആസനങ്ങൾ വളരെ കുറവാണ്. അതിൽ പെട്ട പ്രധാനപ്പെട്ട ഒരു പോഷനാണ്. തിരിച്ചു വരാം. ഇനി ഇതിനൊരു കൗണ്ടർ പോഷൻ. നമ്മൾ നട്ടിൽ തിരിച്ചപ്പോൾ ഡിസ്കിനൊന്നും സ്ഥാനഭ്രംശം വരരുത്. അതുകൊണ്ട് നമ്മൾ
കാല് നീട്ടിയിരുന്ന് 2 കാല് നീട്ടി വെക്കാം. എന്നിട്ട് കാല് നേരെ ചെസ്റ്റ് എടുത്ത് മടക്കുക. എന്നിട്ട് കാല് കെട്ടിപ്പിടിക്കാം, ചുറ്റിപ്പിടിക്കാം. എന്നിട്ട് ബാക്ക് സ്ട്രൈറ്റ് ആക്കുക. നമ്മൾ നട്ടിൽ നിവർത്തി കൊടുക്കുക. ഒരു തല താഴോട്ട് താഴ്ത്തി കൊടുക്കുക. അപ്പോൾ ശ്വാസം പുറത്തേക്ക് വിടാം. ഇതതിൻ്റെ കോംപ്ലിമെൻ്ററി പോർഷൻ. ഇനി തല നിവർത്തി കാല് നീട്ടിയിരിക്കാം. ഇപ്പോൾ നമ്മൾ ചെയ്ത പോർഷൻ കുറച്ചൊരു പ്രയാസമുള്ള പോർഷൻ. അപ്പോൾ ഇത് ചെയ്യാൻ ആളുകൾക്ക്, പുതിയ ആൾക്കാർക്ക് പ്രയാസമായിരിക്കും. അങ്ങനെയുള്ള ആളുകൾ ഇനി ചെയ്യാൻ പോകുന്ന പോർഷയിലാണ് വക്രാസനം എന്ന പോർഷനാണ്. ഒരു കാലും മടക്കി വെക്കാം. ആ ഭാഗത്തെ കൈ പുറകിൽ നിലത്ത് വെക്കാം. എന്നിട്ട് മറ്റേ എതിർ സൈഡിൽ കൈ പൊക്കുക. എന്നിട്ട് കാല് ഔട്ടർ സൈഡിൽ താഴ്ത്തി എന്നിട്ട് നീട്ടി വെച്ച കാലിൻ്റെ മുട്ടിൻ്റെ അടിയിൽ പിടിക്കാൻ വേണ്ടി നോക്കാം. എന്നിട്ട് പുറകോട്ട് നോക്കുക. ഇതാണ് വക്രാസനം എന്ന പോർഷൻ. വളരെ സിമ്പിളായിട്ടുള്ളൊരു പോർഷനാണ്. പുതിയ ആൾക്കാർ കാലിൽ ഇങ്ങനെ പിടിക്കാൻ പറ്റില്ല. അങ്ങനെ കാലിൽ പിടിക്കണമെന്നില്ല. വെറുതെ കൈ കാലിൻ്റെ മുകളിൽ വെച്ചാൽ മതി. തിരിച്ചു വരാം. പോർഷൻ റിലീസ് ചെയ്യാൻ. എന്നിട്ട് മറ്റേ കാലം അതേപോലെ കാലം മടക്കി, ആ മടക്കിയ കാലിൻ്റെ ഭാഗത്തെ കൈ പുറകിൽ വെക്കുക. എന്നിട്ട് മറ്റേ കൈ ഉയർത്തുക. ഒരു കാല ഔട്ടർ സൈഡ് കൂടെ താഴ്ത്താം. നീട്ടി വെച്ച കാലിൽ നേരെയാക്കി വെക്കാം. കാലിൻ്റെ പാദം കുത്തനായിട്ട് പെർപെൻഡിക്കുലറായിട്ട് വെക്കാം. ആ കാലിൽ പിടിക്കാതെ ഒന്ന് കാണിച്ചു കൊടുക്കുക ആൾക്കാർക്ക്. അങ്ങനെ പിടിക്കാതെ പിടിക്കണോ, വെറുതെ വെച്ചാൽ അങ്ങോട്ട് കൊണ്ടുപോകണം. പിടിക്കേണ്ട, കൈ മലർത്തി പിടിച്ചാൽ മതി. ഇപ്പോൾ വെറുതെ പുതുതായി ചെയ്യുന്ന ആളിൽ ഇങ്ങനെ വെച്ചാൽ മതി. കുറേ കാലം ചെയ്യുന്ന ആൾക്കാർ കാലിൽ പിടിക്കാം. പിന്നെ പുറകോട്ട് നോക്കാം. സാധാരണ ശ്വാസം എടുക്കാം. ഈ പോർഷൻ്റെ കൗണ്ടർ പോർഷൻ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. ഇപ്പോൾ ആദ്യം പോർഷൻ റിലീസ് ചെയ്യാം. എന്നിട്ട് കാല് നേരെയാക്കാം. 2 കാലും മടക്കി ചെസ്റ്റ് റൗണ്ട് ചേർത്തിട്ട് പിടിക്കാം. കാല് റൗണ്ട് ചെയ്ത് ചുറ്റി പിടിക്കാം. ബാക്ക് സ്ട്രൈറ്റ് ആക്കാം. എന്നിട്ട് ശ്വാസം വിട്ടുകൊണ്ട് നല്ല തല താഴ്ത്തി കൊണ്ടുപോകാം. അതിന് തല നേരെയാക്കി കാല് നേരെയാക്കാം. ഇപ്പോൾ നമ്മൾ ഇരുന്നിട്ടുള്ള പോഷൻ ചെയ്ത് ഇനി നമുക്ക് ബാലൻസ് ചെയ്യുന്നത് നിന്നിട്ടുള്ള പോഷൻ, സ്റ്റാൻഡിങ് പോഷേഴ്സ് ആണുള്ളത്. അങ്ങനെ യോഗ ക്രമീകൃതമായിട്ട് വളരെ കൃത്യമായിട്ട് ഡിസൈൻ ചെയ്തൊരു വ്യായാമമാണ്. അതിൽ കിടന്നിട്ട് ഇരുന്നിട്ടൊക്കെ ഉണ്ട്. അവർ നട്ടിൽ സൈഡിലേക്ക് ബെൻഡ് ചെയ്യുന്നുണ്ട്, മുമ്പോട്ട് ബെൻഡ് ചെയ്യുന്ന, പുറകോട്ട് ബെൻഡ് ചെയ്യുന്ന, നട്ടിൽ തിരിക്കുന്ന പോർഷൻ ഉണ്ട്, തല കീഴായിട്ടുള്ള ആസനങ്ങൾ, അതേപോലെ സ്റ്റാൻഡിങ് നിന്നിട്ടുള്ള ആസനങ്ങൾ. ഇനി നമ്മൾ നിന്നിട്ടുള്ള ത്രികോണാസനം എന്ന പോർഷനാണ് വളരെ പ്രധാനമായിട്ടുള്ള പോപ്പുലറായിട്ടുള്ള. ആ പോർഷൻ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നത്. നിന്നിട്ടുള്ള ആസനങ്ങളിൽ ത്രികോണാസനം എന്ന പോർഷനാണ് വളരെ പോപ്പുലറായിട്ടുള്ള, വളരെ പ്രധാനപ്പെട്ട പോർഷനാണ്. ത്രികോണാസനം ചെയ്യുന്ന സമയത്ത് നമ്മൾ കാലുകൾ 3 മുതൽ 4 അടി വരെ വിട്ടുകൊണ്ടാണ്. ഒരാളെ ഹൈറ്റിനനുസരിച്ച് നമുക്ക് വ്യത്യാസപ്പെടുത്താം. പിന്നീട് സാധാരണ നമ്മൾ വലതുഭാഗമാണ് ആദ്യം ചെയ്യുക. അതുകൊണ്ട് വലത്തേ കാൽ തിരിച്ചു വെക്കാം. ഇടത് കാല് ചെറുതായിട്ട് വലതുഭാഗത്ത് തിരിച്ചു വെക്കാം. നട്ടിൽ നോർന്ന് വെക്കാം. ഇനി ശ്വാസം എടുത്തുകൊണ്ട് കൈ 2 ഷോൾഡറിൻ്റെ ഹൈറ്റിൽ പൊക്കി കൊണ്ടുവരിക. ഇനി മെല്ലെ നമ്മൾ ശ്വാസം വിട്ടുകൊണ്ട് വലതു ഭാഗത്തേക്ക് ബെൻഡ് ചെയ്യാം. താഴത്തെ കൈ കാലിൻ്റെ ആംഗിളിൽ പിടിക്കാം. മറ്റേ കൈ നേരെ മുകളിലെ കയ്യിൽ കൂടെ മുകളിലേക്ക് നോക്കാം. ഇതാണ് ത്രികോണാസനത്തിൻ്റെ ആദ്യത്തെ പോർഷൻ. ഉത്ഥിത ത്രികോണാസനം എന്ന് പറയും. ഇത് നമ്മൾ ചെസ്റ്റൊക്കെ തുറക്കാൻ വേണ്ടി സഹായിക്കും. അവിടെ ലങ്സിനൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യും. അത് ബ്രീതിങ്ങിന് സ്ട്രെങ്ത് വരും. പൊതുവെ ഡൈജഷനൊക്കെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. കോൺസ്റ്റിപ്പേഷനൊക്കെ പോകും. ബവൽ മൂവ്മെൻറ്റ് കറക്റ്റ് ചെയ്യും. നട്ടിൽ ഫ്ലെക്സിബിൾ ആക്കും. കാലിൽ ബാക്ക് സൈഡ് വലിയുന്നുണ്ട്. അതുകൊണ്ട് സൈറ്റിക്ക എന്ന പെയിനൊക്കെ ഉള്ള ആൾക്ക് നല്ലതാണ്. അതുപോലെ ഡിപ്രഷനൊക്കെ ഉള്ള ആൾക്ക് നല്ല സ്ട്രെസ് റിലീസ് ചെയ്യാൻ ഏറ്റവും നല്ല പോർഷനാണ്. ബ്രീതിങ്ങിന് സ്ട്രെങ്ത് കൊണ്ടുവരും. ശരീരം ഫ്ലെക്സിബിൾ ആക്കും. ശരീരത്തിൽ അമിതമായിട്ടുള്ള ഭാരമൊക്കെ, ഫാറ്റൊക്കെ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും ഈ പോർഷൻ. ശ്വാസം എടുത്തുകൊണ്ട് നോർന്ന് കൈ താഴ്ത്തി. ഇനി മറ്റേ സൈഡ് കാല് തിരിച്ചു വെക്കാം. ശ്വാസം എടുത്തുകൊണ്ട് കൈ 2 ഷോൾഡറിൻ്റെ ഹൈറ്റിൽ പൊക്കുക. ശ്വാസം വിട്ടുകൊണ്ട് നല്ല ലെഫ്റ്റ് സൈഡിലേക്ക് ബെൻഡ്. മറ്റേ കൈ മുകളിലേക്ക് ഉയർത്തി പിടിക്കുക. ത്രികോണാസന ആദ്യത്തെ പോഷനാണ്. ത്രികോണാസന സൈഡിലേക്ക് ബെൻഡ് ചെയ്ത പോഷനാണ്. നമ്മൾ നട്ടിൽ ഫ്ലെക്സിബിൾ ആകാൻ വേണ്ടി ഈ പോഷൻ സഹായിക്കും. ഉദരഭാഗത്തെ അവയവങ്ങളുടെ ഫംഗ്ഷനൊക്കെ കറക്റ്റ് ചെയ്യുക. അതുകൊണ്ട് ദഹന സംബന്ധമായിട്ടുള്ള അസുഖമുള്ള ആൾക്കാർക്ക് നല്ലതാണ്. ഹാർട്ടിൻ്റെ പമ്പിങ് റേറ്റൊക്കെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പോഷൻ സഹായിക്കും. ഈ പോഷനിൽ 30 സെക്കൻഡ് മുതൽ 1.5 മിനിറ്റ് വരെ അവിടെ നിൽക്കാം. അപ്പോഴൊക്കെ നമ്മൾ ഡീപ്പായി നീളത്തിലും താളത്തിലും ബ്രീത്ത് ചെയ്യണം. ഇനി ശ്വാസം എടുത്തുകൊണ്ട് നോർന്ന് വിടുക. ശ്വാസം വിട്ടുകൊണ്ട് കൈ താഴ്ത്തുക. ഈ പോഷൻ നമ്മൾ 3 പ്രാവശ്യം ചെയ്യുക. കൂടുതൽ പ്രാവശ്യം ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല. സ്റ്റാൻഡിങ് പോസ്ചർ കൂടുതൽ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഫാറ്റൊക്കെ കുറയ്ക്കാൻ സഹായിക്കും. അപ്പോൾ ശരീരം മെലിയണമെന്ന് ആഗ്രഹമുള്ള ആൾക്ക് ഈ പോസ്ചർ കൂടുതൽ ചെയ്യും.
ഇനി കാല് പോശം തിരിച്ചു വരെ കാല് ചേർത്തുകൊണ്ട്. ഇനി പൊതുവേ നമ്മൾ ചെയ്യുന്ന ത്രികോണാസനം 4 വേരിയേഷനാണ്. 2 പോപ്പുലർ, 2 ചെയ്യാൻ എളുപ്പമുള്ള. അതിൽ രണ്ടാമത്തെ പോഷൻ കാല് വിട്ടു വെക്കാം. 3.5 മുതൽ 4.5 അടി വരെ. വലത് കാല് നേരെ തിരിച്ചൊക്കെ, ഇടത് കാല് ചെറുതാണ്. ഇനി നമ്മൾ ശ്വാസം എടുത്തുകൊണ്ട് കൈ ഷോൾഡറിന് ഹൈറ്റിൽ പൊക്കി കൊണ്ടുവരാം. ഇനി ശ്വാസം വിട്ടുകൊണ്ട് റൈറ്റ് സൈഡിലേക്ക് ബെൻഡ് ചെയ്യാം. ഇനി മറ്റേ കൈ സൈഡിലേക്ക് നീട്ടി പിടിക്കുക, വലിച്ചിട്ട് പിടിക്കാം. നേരെ മുമ്പിൽ നോക്കുക, നേരെ മുമ്പോട്ട് നോക്കാം. ദീർഘമായൊരു ശ്വാസം എടുക്കുക. ശ്വാസം എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ മൂക്ക് തുടങ്ങുന്ന ഭാഗത്ത്, നമ്മൾ പുരികം ജോയിൻ ചെയ്യുന്ന ഭാഗത്ത് കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പോൾ മൂക്ക് ക്ലിയർ ആയിട്ട് വരും, ബ്രീത്ത് ചെയ്യാൻ എളുപ്പമുണ്ടാകും. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ വയറ് ചുരുക്കിയിട്ട് ഉള്ളിലേക്ക് കൊണ്ടുപോകാം. ശ്വാസം എടുക്കുന്ന സമയത്ത് വയറ് മെല്ലെ പുറത്തേക്ക് കൊണ്ടുപോകും. അങ്ങനെ നീളത്തിലും താളത്തിലും ബ്രീത്ത് ചെയ്യാം. ഇനി ശ്വാസം എടുത്തുകൊണ്ട് മെല്ലെ നിവർന്നു പോകാം. ഇനി കൈ താഴ്ത്തി കാല് തിരിച്ചു വെക്കുക, ഇടത് കാല്. ശ്വാസം എടുത്തുകൊണ്ട് കൈ 2 ഷോൾഡറിന് ഹൈൽ പൊക്കി. ശ്വാസം വിട്ടുകൊണ്ട് ലെഫ്റ്റ് സൈഡിലേക്ക് ബെൻഡ് ചെയ്യുക. മറ്റേ കൈ സൈഡിലേക്ക് നീട്ടി പിടിക്കുക. നേരെ മുമ്പിൽ നോക്കി റിലാക്സ്ഡ് ആയിട്ട് ബ്രീത്ത് ചെയ്യാം. ഡീപ്പായിട്ട് ശ്വാസം എടുക്കാം. പുരികം ജോയിൻ ചെയ്യുന്ന ഭാഗത്ത് കോൺസെപ്റ്റ്. ത്രികോണാസനം രണ്ടാമത്തെ പോർഷൻ. ഈ പോർഷൻ്റെ പേര് പാർശ്വകോണാസനം. എല്ലാ ആംഗിൾസും ഒരു സൈഡിലേക്കാണല്ലേ. പ്രത്യേകിച്ച് നമ്മൾ സൈഡിൽ വാരിയലിൻ്റെ ഭാഗത്തിൽ ഫാറ്റൊക്കെ കുറയ്ക്കുക, നമ്മൾ അരക്കെട്ടിൻ്റെ ഭാഗത്തിൽ ഫാറ്റൊക്കെ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും ഈ പോർഷൻ. ശ്വാസം എടുത്തുകൊണ്ട് മെല്ലെ നിവർന്നു വരാം. ഇത് 3 മുതൽ 6 പ്രാവശ്യം വരെയൊക്കെ ചെയ്യാം. ശ്വാസം വിട്ടുകൊണ്ട് കൈ താഴ്ത്തി കാല് ചേർത്ത്. ഈ പോർഷനാണ് സ്റ്റാൻഡിങ് പോർഷൻ. നമ്മൾ പൊതുവെ എല്ലാവരും ചെയ്യുന്നൊരു പോർഷനാണ് ത്രികോണാസനം. വളരെ നല്ലൊരു പോർഷൻ. ഇത് നിങ്ങൾക്ക് തുടക്കത്തിലും ചെയ്യാം, അവസാനിക്കുമ്പോൾ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. തുടക്കത്തിൽ ഈ പോർഷനിൽ തുടങ്ങാൻ പറ്റും. ഇത് നമ്മൾ പൊതുവെ സൂര്യ നമസ്കാരം തന്നെ യോഗേൻ്റെ കൂടെ തന്നെ ചെയ്യുന്നൊരു പോർഷനാണ്. ശരീരം ചൂടാക്കാനൊക്കെ ഉപയോഗിക്കും. സൂര്യ നമസ്കാരത്തിൽ കൂടുതലായിട്ട് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് ബെൻഡിങ് ആണ് ചെയ്യുന്നത്. ഇപ്പോൾ നേരത്തെ നമ്മൾ ചെയ്ത ത്രികോണാസനം സൈഡിലേക്കാണ് ബെൻഡ് ചെയ്തത്. നമ്മൾ സൂര്യ നമസ്കാരം ചെയ്യുന്ന സമയത്ത് മുമ്പോട്ടും പുറകോട്ടാണ് വളയ്ക്കുന്നത്. അത് നമുക്ക് നോക്കാം. 12 സ്റ്റേജാണ് സൂര്യ നമസ്കാരത്തിന്. അപ്പോൾ ആദ്യം ഒരു പ്രയർ പോർഷനാണ്. ശ്വാസം വിട്ടുകൊണ്ട് കൈ ചെസ്റ്റിന് മുമ്പിൽ കൊണ്ടുപോകും. ശ്വാസം എടുത്തുകൊണ്ട് കൈ നീട്ടിപ്പിടിച്ചുകൊണ്ട് പുറകിലേക്ക് പോകും. ശ്വാസം വിട്ടുകൊണ്ട് മെല്ലെ മുമ്പോട്ട് താഴ്ന്നു തല കാലിലെടുത്ത് താഴ്ത്തി കൊണ്ടു. ശ്വാസം എടുത്തുകൊണ്ട് വലത് കാല് പുറകോട്ട് നീട്ടി വെക്കാം. മുട്ട് നിലത്ത്. 2 കാലും പുറകിലേക്ക് ബാക്ക് സ്ട്രെയിറ്റ് ആണ്. ഇനി ആദ്യം നമ്മളെ കാലിൻ്റെ മുട്ട് മടക്കി നിലത്ത് വെക്കാം. ചെസ്റ്റ് താഴ്ത്തി വെക്കാം. നാഭി പൊങ്ങിയിട്ടാണ്. ശ്വാസം എടുത്തുകൊണ്ട് തലയും ചെസ്റ്റും പൊക്കുക. നേരത്തെ നമ്മൾ ചെയ്ത ഭുജംഗാസനം തന്നെ പോർഷൻ. ഇനി ശ്വാസം വിട്ടുകൊണ്ട് ഊര പുറകോട്ട് വലിക്കുക. ഇതൊരു പോർഷനാണ്. അധോമുഖ ശ്വാനാസനം എന്ന പോർഷൻ. ഇനി ശ്വാസം എടുത്തുകൊണ്ട് ഒരു കാല് മുമ്പിലും മറ്റേ കാലം മുമ്പോട്ട് കൊണ്ട്. ഇത് പാദഹസ്താസനം എന്ന പോർഷൻ. തല കാലിനടുത്തേക്ക് അടുപ്പിക്കാം. ഇനി കൈ നീട്ടിപ്പിടിച്ചുകൊണ്ട് പുറകിലേക്ക് പോകാം. ശ്വാസം വിട്ടുകൊണ്ട് കൈ ചെസ്റ്റിന് കൈ വേണം. നമ്മൾ സൂര്യ ഒരു കാല് വലത്തെ കാലാണ് ചെയ്തത്. ഇനി ഇടത്തെ കാലിൽ നമ്മൾ തുടങ്ങും. അങ്ങനെ ഒരു പെയറായിട്ടാണ് സൂര്യ നമസ്കാരം, ഒരു ജോഡിയായിട്ടാണ് ചെയ്യുക. അപ്പം ശ്വാസം വിട്ടുകൊണ്ട് കൈ ചെസ്റ്റിന് നോക്കുക. ഇനി ശ്വാസം എടുത്തുകൊണ്ട് കൈ നീട്ടിപ്പിടിച്ചുകൊണ്ട് പുറകിലേക്ക് പോകും. ശ്വാസം വിട്ടുകൊണ്ട് മെല്ലെ താഴ്ന്ന് ശ്വാസം എടുത്തുകൊണ്ട് ഒരു കാല് 2 കാല് മെല്ലെ മുട്ടു മടക്കി ചെസ്റ്റ് താഴ്ത്തി ശ്വാസം എടുത്തുകൊണ്ട് കോബ്ര പോസ് ഭുജംഗാസനം. ശ്വാസം വിട്ടുകൊണ്ട് വൃഷഭാം പുറകോട്ട് കൊണ്ടുപോകണം. ശ്വാസം എടുത്തുകൊണ്ട് ഒരു കാല് മുമ്പിൽ കൊണ്ടുപോകണം. ശ്വാസം വിട്ടുകൊണ്ട് മറ്റേ കാല് കൊണ്ടുപോകണം.
ശ്വാസം എടുത്തുകൊണ്ട് കൈ നീട്ടിപ്പിടിച്ചുകൊണ്ട് മെല്ലെ പുറകിലേക്ക് പോകാം. ശ്വാസം വിട്ടുകൊണ്ട് കൈ ചെസ്റ്റിന് മുമ്പിൽ. സൂര്യനമസ്കാരത്തിൽ നമ്മൾ ബ്രീത്തിങ് ഉണ്ട്, ശ്വാസം എടുക്കും വിടും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ബ്രീത്തിങ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. സ്റ്റാമിന ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടി സൂര്യനമസ്കാരം സഹായിക്കും. അതുപോലെ നട്ടിൽ ഫ്ലെക്സിബിൾ ആക്കിക്കൊണ്ട് ഒരു ശരീരത്തിൽ 10 ജില്ലാ മസിൽ ടോൺ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഫിസിക്കലായിട്ടുള്ളൊരു വ്യായാമത്തിൽ സൂര്യനമസ്കാരം വളരെ പ്രധാനമാണ്. ഇവിടെ നമ്മൾ കാർഡിയാക് പ്രോബ്ലം ഉള്ള ആൾക്കാർക്ക് ഈ പോസ്റ്റ് ചെയ്യാൻ പ്രയാസമായിരിക്കും. സിവിയർ ചെയ്യാൻ പാടില്ല. സിവിയറായിട്ട് വളരെ കഠിനമായിട്ടുള്ള ബാക്ക് പെയിൻ ഉള്ള ആളുകൾ, ബാക്ക് പ്രോബ്ലം ഉള്ള ആളുകളും ഈ സൂര്യനമസ്കാരം ചെയ്യാൻ പാടില്ല. കാല് കൂട്ടാം. താഴത്തെ നല്ല ഹലാസനം. വീണ്ടും സർവാംഗാസനം. നോർത്തനുണ്ട്, ബോഡി സ്ട്രെയിറ്റ് ആക്കും. അതിന് സേതുബന്ധനാസനം. സർവാംഗാസനം ഹലാസനത്തിലേക്ക് പോകും. സേതുബന്ധനാണ്. എന്നിട്ട് കാലിൽ പിടിക്കുക, ആങ്കിളിൽ പിടിക്കുക, ഊരങ്ങനത്തിനാക്കുക. ഇനി കൈ കോർത്ത് നിലത്ത് കൈ കോർത്ത് എന്നിട്ട് കാല് നേരേക്ക് മത്സ്യാസനം. കാല് താഴ്ത്തിയിട്ട് നേരെ താഴ്ത്തിയിട്ട് കാല് നേരെ മത്സ്യാസനം. മെല്ലെ തിരിയാം, തലക്കുരുട്ടി കൈ കോർത്ത് തലേന്ന് പോകേക്ക് സൈഡിലേക്ക് മറു സൈഡിൽ. അതിന് നേരം ഇത് കാല് മടക്കിയിട്ട് ചക്രാസനം. എനിക്ക് കുറച്ച് നടക്കാൻ വേണ്ടി നടന്നു. മതി. ഇനി നല്ല പോസിബിലിറ്റി ചെയ്യാം. ഇതെൻ്റെ കോംപ്ലിമെൻ്റ് പോസ്. കാല് കെട്ടി പിടിച്ച് തല പൊക്കി. ശവാസനം. ഒരു മെല്ലെ കാലൊക്കെ ചെയ്ത് ഒരു സൈഡിൽ ചെരിഞ്ഞിട്ട് വന്നിരിക്കുക, ഇങ്ങോട്ട് തിരിഞ്ഞോ. സുഖാസനത്തിൽ കണ്ണടച്ചിട്ട്